കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലിന് കാരണം കൊങ്കൺ റെയിൽവേയുടെ അനാസ്ഥയെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അതിശക്തമായ മണ്ണിടിച്ചിലിന് കാരണം മഴ മാത്രമല്ലെന്നും നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണെന്നും മന്ത്രി ടി സിദ്ദിഖ്. കാലവർഷം മുന്നിൽ കണ്ട് ആവശ്യമായ മുൻകരുതലുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കുന്നതിൽ കമ്പനി പൂർണ്ണമായി പരാജയപ്പെട്ടു. നിർമ്മാണ സ്ഥലത്തു നിന്ന് മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരുന്നതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. നിലവിൽ ദുരന്ത സ്ഥലത്ത് കാണാതായവർക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഏറ്റവും വലിയ മുൻഗണന നൽകുന്നത്. ഇതിനുശേഷമായിരിക്കും കൊങ്കൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കാണാതായവർക്കായുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുന്നതിനായി ദുരന്തബാധിത പ്രദേശം 5 സോണുകളായി തിരിച്ച് പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്നും മന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കൂടുതൽ അത്യാധുനിക യന്ത്ര സാമഗ്രികൾ ഉടൻ തന്നെ സ്ഥലത്തെത്തിക്കും. മുഖ്യമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം തെരച്ചിൽ ഏകോപിപ്പിക്കാനായി പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തിന് ചുമതല നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. പ്രദേശത്ത് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി, റവന്യൂ, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.